നമസ്കാരം. എൻ ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേശ്വരി സുരേഷ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ക്രേപ്പിന്റെയും ജോർജറ്റിന്റെയും കളക്ഷൻസ് ആണ്. കളക്ഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഷോപ്പ് കോട്ടയത്ത് ടൗണിനടുത്ത് തന്നെയാണ്, നട്ടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നത്തെ കളക്ഷൻസ് കണ്ടുനോക്കാം. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ക്രേപ്പിൻ്റെ കളക്ഷൻസും ജോർജറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്രേപ്പ് കളക്ഷൻസ് നമുക്ക് ആദ്യം കണ്ടു തുടങ്ങാം. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത്. നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലോറൽസ് ആണ് പോകുന്നത്. ഇത് 50 റുപ്പീസിൻ്റെ ക്രേപ്പാണ്. 42 വിഡ്ത്താണ് വരുന്നത്. ഇതിനൊക്കെ നമുക്ക് ബോട്ടമായിട്ട് പെയർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ പ്ലെയിൻ ആയിട്ടുള്ള ക്രേപ്പും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ജാക്കറ്റ്, ഇന്നർ ആൻഡ് ജാക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ പ്രൈസും 50 പെർ മീറ്റർ ആണ്. നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്. നമ്മൾ പ്ലെയിൻ ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ബ്ലാക്കിൻ്റെ തന്നെ വേറൊരു കളർ കാണാം. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഈ ഡിസൈനിൽ വരുന്നതെല്ലാം തന്നെ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സിലാണ്. ഇതും നമുക്ക് ആ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലോറൽസ് ആണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻസും കളർ ചാർട്ടിലുമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിലാണ്. 50 റുപ്പീസ് പെർ മീറ്റർ ആണ്. അപ്പം നമ്മൾ ഈ വീഡിയോയിലും ഫ്രീ ഷിപ്പിംഗ് ആണ്. പക്ഷേ ഫ്രീ ഷിപ്പിംഗ് 500 റുപ്പീസിന് എബവ് ആണ്. അതും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നത്. അടുത്ത കളറും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ലാവൻഡർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ലാവൻഡറിനോട് സിമിലർ ആയിട്ട് ഒരു ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡിലാണ്. അതിലും നമുക്ക് ആ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ ഫ്ലോറൽസ് തന്നെയാണ് പോകുന്നത്. ഇതിനൊക്കെ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു പ്ലെയിൻ ഫാബ്രിക് തന്നെ, ക്രേപ്പിൻ്റെ ഫാബ്രിക് തന്നെ നമുക്ക് ബോട്ടമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്ന് ഒത്തിരി ഡിസൈൻസിലുള്ള ക്രേപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാം. അടുത്തതായിട്ട് വൈറ്റ് കളറിൽ, ഓഫ് വൈറ്റ് കളറിൽ നമുക്ക് ആ ഒരു പിങ്കിഷ് റെഡ് കളറാണ് അതിൻ്റെ ഒരു ഫ്ലോറൽസ് പോകുന്നത്. കൂടാണ്ട് ഒരു ഗ്രേ കളറിലുള്ള പ്രിൻറ്റും അതിൻ്റെ ഒപ്പം തന്നെ പോകുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് കാണാം. ഇതും ക്രേപ്പിൽ തന്നെയാണ്. ഒരു ലീഫ് പാറ്റേൺ ആണ്. അതിൻ്റെ ഒപ്പം ചെറിയൊരു ഫ്ലോറൽസും പോകുന്നുണ്ട്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനൊക്കെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ക്രേപ്പ് ഫാബ്രിക് അവൈലബിൾ ആണ്. ആ ഒരു ബ്ലൂ കളർ വേണമെങ്കിലും പെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ലീഫിൻ്റെ ഗ്രീൻ കളർ വേണമെങ്കിലും ഇതിന് പെയർ ചെയ്യാവുന്നതാണ്. അടുത്തത് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ്. ഇതിൽ യെല്ലോയും പിന്നെ ആ ഒരു ഡാർക്ക് പീച്ചാണ് നമുക്ക് അതിനൊരു ഡിസൈനായിട്ട് പോകുന്നത്. ഇതെല്ലാം 42 വിഡ്ത്തിൽ വരുന്ന ക്രേപ്പാണ്. 50 റുപ്പീസ് പെർ മീറ്റർ ആണ് വരുന്നത്. ഇതിനും നമുക്ക് ബോട്ടമായിട്ട് ആ ഒരു പ്ലെയിൻ ഫാബ്രിക് അവൈലബിൾ ആണ്. നമ്മൾ ബോട്ടമായിട്ട് പെയർ ചെയ്യുന്നത് കുറച്ച് ഡാർക്ക്, ലീഫിൻ്റെ ആ ഒരു കളറിലുള്ള ഡാർക്ക് പീച്ചാണ് നമ്മൾ ബോട്ടം പെയർ ചെയ്യുന്നത്. ആ സെയിം കളർ ടോണിനേക്കാളും എപ്പോഴും നമുക്ക് ആ ഒരു പ്രിൻറ്റിൻ്റെ കളർ ബോട്ടം പെയർ ചെയ്യുന്നതായിരിക്കും അത് കൂടുതൽ ഭംഗി തരിക. സെയിം പ്രിൻറ്റ് തന്നെ വരുന്ന അടുത്ത കളറാണിത്. ഇതിലും നമുക്ക് ആ ഒരു ഡിസൈൻ വരുമ്പം കുറച്ച് ഡാർക്ക് കളറിലുള്ള ഡിസൈനും യെല്ലോ കളറിലുള്ള പ്രിൻറ്റുമാണ് അതിനകത്ത് പോകുന്നത്. ഇതിൽ നമുക്ക് ബോട്ടം കൊണ്ടുവന്നിരിക്കുന്നത് ആ ലീഫിൻ്റെ കളറാണ്. ആ ഒരു ഡാർക്കർ ടോണിലുള്ള ബോട്ടമാണ് നമ്മൾ പെയർ ചെയ്യുന്നത്. അപ്പം എല്ലാത്തിനും നമ്മൾ ബോട്ടമായി പെയർ ചെയ്യാൻ ഞാൻ എടുത്തിട്ടില്ല. അപ്പം നമ്മളിൽ അവൈലബിൾ ആണ്, പ്ലെയിൻ ഫാബ്രിക് അവൈലബിൾ ആണ്. അപ്പം ക്രേപ്പിന് ബോട്ടമായിട്ട് വേണ്ടവർ അപ്പോൾ അതും കൂടെ മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് റെയിനി സീസണൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയ ഫാബ്രിക്കാണ് നമ്മുടെ ഷിഫോണ്, ജോർജറ്റ്, ക്രേപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സ്ക്ലൂസീവ്ലി അങ്ങനെ ചെയ്തിരിക്കുന്നത്. ക്രേപ്പും ജോർജറ്റിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് പെയർ ചെയ്യാനായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു ഐറ്റമാണ്. വാഷ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അയൺ ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം. അങ്ങനെ ഒത്തിരി ക്വാളിറ്റീസ് ഉള്ള ഒരു ഫാബ്രിക്കാണ് ഈ ക്രേപ്പ്. നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നു. അതിൻ്റെ ബോട്ടമായിട്ട് പെയർ ചെയ്യുന്നതും നമ്മൾ ആ ലീഫിൽ വരുന്ന അതേ കളർ ടോൺ തന്നെയാണ്. രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് 50 റുപ്പീസ് പെർ മീറ്റർ ആണ്. അടുത്തതായിട്ട് നമുക്ക് ചെറിയ ഫ്ലോറൽസ് വരുന്ന ക്രേപ്പ് ഫാബ്രിക് തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതിന് നമുക്ക് ബ്ലാക്ക് ബോട്ടം ക്രേപ്പും
കോട്ടൺ സ്ലബും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വേണമെന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇതിൻ്റെ നമുക്ക് കളേഴ്സ് കാണാം. ചെറിയ ഫ്ലോറൽസ് വരുന്നതാണ് എല്ലാം. അടുത്തൊരു മെറൂൺ ചാർട്ടാണ്. മെറൂണിൽ നമുക്ക് ആ ഒരു വൈറ്റ് കളറിലുള്ള ഫ്ലോറൽസ് ചെറിയ പ്രിൻറ്റുകളാണ് പോകുന്നത്. ഇതിനും 42 വിഡ്ത്താണ്. മീറ്റർ പ്രൈസ് വരുന്നത് 50 റുപ്പീസ് പെർ മീറ്റർ ആണ്. നമ്മുടെ കയ്യിൽ 70 റുപ്പീസിൻ്റെ ക്രേപ്പും അവൈലബിൾ ആണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കട്ടി കൂടിയിട്ട് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയൊരു ഐറ്റം ആയിരിക്കും. ഇതും നല്ല ഐറ്റം തന്നെയാണ്. നമുക്ക് ഒത്തിരി സെയിലുള്ള ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ റെയിനി സീസണിലാണ് നമുക്ക് എപ്പോഴും ക്രേപ്പ് ഫാബ്രിക് കൂടുതൽ എൻക്വയറി ഉള്ളത്. നല്ല ഭംഗിയായിരിക്കും. കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് തയ്ക്കാനും ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി തയ്ക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണിത്. നല്ലൊരു ഗ്രീൻ കളറിൽ വൈറ്റ് കളറിലുള്ള ഫ്ലോറൽസ് വരുന്നു. അടുത്തത് ഇക്കത്ത് ഡിസൈനിലാണ് വരുന്നത്. ഇതും എല്ലാം നല്ല ഡാർക്ക് കളർ ചാർട്ടിൽ വരുന്ന ഐറ്റമാണ്. നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു ഓഫ് വൈറ്റും ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലും കൂടെയുള്ള ഇക്കത്ത് പ്രിൻ്റാണ് പോകുന്നത്. ആ ഇക്കത്ത് ഡിസൈൻ നമുക്ക് ആ ഡിസൈനിൻ്റെ പാറ്റേണിൽ തന്നെ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും ഭംഗി ഉണ്ടാവുക. നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഒരു കോട്ടൻ്റെ ഫീലും കിട്ടുന്നതാണ് ഈ ഒരു ഡിസൈനിന്. ഇതും നമ്മുടെ 50 റുപ്പീസിൻ്റെ ക്രേപ്പ് തന്നെയാണ്. ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റവും ഈ സെയിം പ്രൈസ് തന്നെയാണ് ക്രേപ്പിന് വരുന്നത്. ഇതിനൊക്കെ നമുക്ക് പ്ലെയിൻ ബോട്ടം ക്രേപ്പിൽ അവൈലബിൾ ആണ്. ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ 2 നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വാട്സപ്പായിട്ട് അയക്കുക. ഒപ്പം എത്ര മീറ്ററും കൂടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. കാരണം നമ്മളിങ്ങനത്തെ ഒരു ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നതും ഒത്തിരി മെസ്സേജസ് വരുന്നതുമാണ്. അപ്പം അവൈലബിൾ ആണോ എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ മെസ്സേജ് നോക്കിയിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത ചാറ്റ് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ എത്ര മീറ്റർ ആണെന്നും കൂടെ അവൈലബിൾ ആണെന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ചോദിക്കേണ്ടതാണ്. അപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള ബില്ല് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ അവൈലബിൾ ആവുന്നതുമാണ്. അടുത്തത് നല്ലൊരു വൈൻ കളറിലാണ് ഇക്കത്ത് ഡിസൈൻ വരുന്നത്. നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ വരുന്നു. 50 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്ത ഡിസൈൻ വരുന്നത് ബ്ലാക്കിലാണ്. നല്ലൊരു ഓഫ് വൈറ്റിലും ഒപ്പം ചെറിയൊരു വൈൻ ഷെയ്ഡിലൊക്കെ പോകുന്നൊരു ഡിസൈൻ പോകുന്നുണ്ട്. നമുക്ക് ഓഫ് വൈറ്റ് ബോട്ടത്തിൻ്റെ ഒപ്പം പെയർ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ ഒപ്പം ആണെങ്കിലും നമുക്കിത് പെയർ ചെയ്യാവുന്നതാണ്. ഇതിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ ടോപ്പ് ബോട്ടമായിട്ട് സെറ്റ് ചെയ്യാം. ഇത് ബ്ലാക്കിൽ തന്നെ ഒരു വെർട്ടിക്കൽ ഡിസൈനിൽ വരുന്ന ക്രേപ്പ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ടോപ്പ് ബോട്ടമായിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനത്തെ ഡിസൈനിലുള്ള കോട്ടൺ ഫാബ്രിക്കൊക്കെ നമുക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെ ഇപ്രാവശ്യം നമുക്ക് ക്രേപ്പും ഇത് വന്നിട്ടുണ്ട്. ആ ഒരു വെർട്ടിക്കൽ ഡിസൈനിൽ വരുന്ന നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ഡിസൈനാണിത്. നല്ല ഭംഗിയുള്ള ഒരു മാംഗോ ഡിസൈനൊക്കെ പോകുന്നു. അതിൻ്റെ അടുത്ത കളർ ചാർട്ട് വരുന്നത് യെല്ലോയിലാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ എല്ലാം നമുക്ക് 42 വിഡ്ത്താണ് വരുന്നത്. അപ്പോൾ എല്ലാവരും 2.5 തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ടോപ്പ് ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ടോപ്പും ആയിട്ടും അല്ലെങ്കിൽ ബോട്ടം ആയിട്ടും എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ ചെയ്യാവുന്നതാണ്. നമ്മളെ സൺഡേ വീഡിയോയിൽ നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഒരിക്കൽ കൂടി നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നമ്മുടെ ഒരു താങ്ക് യു അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.
നല്ലൊരു ഗ്രീൻ കളറിലായിരുന്നു വന്നിരിക്കുന്നത്. അടുത്തത് അതിൻ്റെ തന്നെ ഒരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത്. എപ്പോഴും ഇങ്ങനത്തെ ക്രേപ്പൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു 2-3 ഡിസൈൻസ് സ്ക്രീൻഷോട്ട് അയക്കണം. കാരണം ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ്. കാരണം നമുക്ക് 500 റുപ്പീസിന് നമുക്ക് നല്ല ഒരുപാട് നമുക്ക് ഡിസൈൻസ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കട്ടിയുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ലൈനിങ് ഇല്ലാണ്ടും ഈ ഐറ്റമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതുമാണ്. സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കാണെങ്കിലും ഇങ്ങനത്തെ ഫാബ്രിക്കൊക്കെ എടുത്ത് നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കാനായിട്ടും നല്ലതാണ്. നമുക്ക് നല്ലൊരു കുർത്തി മേക്ക് ചെയ്യാനും പറ്റും. അതോടൊപ്പം നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ ലേൺ ചെയ്യാനും പറ്റിയൊരു ഫാബ്രിക്കാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഇതൊക്കെ നമുക്ക് കോട്ടണിൽ അവൈലബിൾ ആവുന്ന ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് ക്രേപ്പിലും വന്നിരിക്കുന്നത്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ ചിക്കു കളറിലുള്ള ഡിസൈൻസാണ് പോകുന്നത്. അടുത്തതൊരു വൈൻ കളറിൽ വരുന്നു. ഇതും നമുക്കെല്ലാം ഡാർക്ക് കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായിട്ടൊരു ഗ്രീനും ബ്ലാക്കിലുമാണിത് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ആ ഒരു ചിക്കു കളറും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ അടുത്തത് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആൻഡ് ചിക്കു കോമ്പിനേഷനിലാണ് അടുത്തത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്രേപ്പ് കളക്ഷൻസ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. എത്രയും പെട്ടെന്ന് ഓർഡർ തരിക. അടുത്തതായിട്ട് നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ജോർജറ്റിൻ്റെ കളക്ഷൻസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജോർജറ്റ് കളക്ഷൻ ആണെങ്കിലും നമ്മളെല്ലാം പെയർ ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ കാണാം. നമുക്ക് ജോർജറ്റ് കളക്ഷൻസ് കണ്ടു തുടങ്ങാം. നല്ല ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ പ്രിൻറ്റുകളാണ്. സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണിത്. ജോർജറ്റാണിത്. മീറ്റർ പ്രൈസ് 80 പെർ മീറ്റർ ആണ്. 44 വിഡ്ത്ത് വരുന്ന ഐറ്റമാണ്. കുർത്തി സ്റ്റിച്ച് ചെയ്യാനും നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കൂടുതലും ഇങ്ങനെ സോഫ്റ്റായിട്ട് കംഫർട്ടായിട്ടുള്ള ഫാബ്രിക്കുകളാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ജോർജറ്റ് ഫാബ്രിക്. നമുക്ക് ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ട് ഉള്ളൊരു കുർത്തിയും അല്ലെങ്കിൽ ഫ്രോക്കൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇത് നമ്മൾ പെയർ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കോട്ടണിൽ നല്ല രീതിയിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇത് നമുക്ക് ലൈനിങ് ഇട്ടാൽ ബോട്ടമായിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കൊരു ഇന്നർ ആൻഡ് ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു യോക്ക് പോർഷനൊക്കെ സെറ്റ് ചെയ്യാം. 170 പെർ മീറ്റർ ആണ് വൈറ്റ് ഫാബ്രിക്കിൻ്റെ പ്രൈസ് വരുന്നത്. ജോർജറ്റിൽ അടുത്തത് വരുന്നതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ്. നമ്മളെപ്പോഴും ഫ്ലോറൽസ് ഒക്കെ കണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്ലോറൽസ് എപ്പോഴും കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റുമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഇതും അതെ, നമുക്ക് കുർത്തിക്കും സാരിക്കും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിന് നമുക്ക് ബോട്ടമായിട്ട് കുറേ കളേഴ്സ് യൂസ് ചെയ്യാം. നമ്മളിതിന് വേണമെങ്കിൽ ബ്ലൗസായിട്ട് ഇങ്ങനെ പെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹക്കോബ നമുക്ക് ഇത് 275ൻ്റെ ഹക്കോബയാണ്. ആ ഒരു ഡിസൈൻ കളർ നമുക്ക് ആ സാരിയിലുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ബ്ലൗസ് ആൻഡ് സാരി യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ ബോട്ടമായിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ്. പ്ലെയിൻ ക്ലോത്തിൻ്റെ പ്രൈസ് 275 ആണ്. ഇനി കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു ഫുട്ബോൾ ഹക്കോബയും ആ സെയിം കളർ ടോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് നമ്മൾ കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ബോട്ടമായിട്ട് ഇത് നമ്മുടെ കോട്ടൺ സ്ലബാണ്. 80 റുപ്പീസ് പെർ മീറ്ററിൻ്റെ 44 വിഡ്ത്ത് വരുന്നത്. ഇത് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരു ക്രേപ്പ് ഫാബ്രിക്കാണ്. ഇത് ഷിഫോൺ ആണ്, ക്രേപ്പ് അല്ല, ഷിഫോൺ ഫാബ്രിക്കാണ്.
അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് മാത്രമാണ് ഷിഫോണുള്ളൂ, ബാക്കി എല്ലാം ജോർജറ്റാണ്. ഷിഫോണിൻ്റെ പ്രത്യേകത കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് ദുപ്പട്ടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഷിഫോൺ. അപ്പോൾ 2.5 ലെങ്ത് ഉള്ള ദുപ്പട്ട വേണ്ടവർ ഇത് ദുപ്പട്ടയായിട്ട് 2.5 മീറ്റർ കട്ട് ചെയ്ത് ദുപ്പട്ടയ്ക്കായിട്ട് എടുക്കാവുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ. ഈ ഗ്രീൻ കളർ അല്ലെങ്കിൽ ഈ ഒരു പീച്ച് കളർ ടോപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 2.5 മീറ്റർ കട്ട് ചെയ്ത് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. സാരിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുർത്തിക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ കൂടുതലും ഷിഫോൺ എപ്പോഴും നമുക്ക് ദുപ്പട്ടയ്ക്ക് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഹക്കോബയുടെ ടോപ്പിന് നമുക്ക് വേണമെങ്കിൽ ഇത് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. ഇത് തന്നെ ലൈനിങ് ഇട്ട് വേണമെങ്കിൽ ഒരു ബോട്ടം സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഒരു പാരലൽ ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് തന്നെ ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. ഈ ഹക്കോബയുടെ പ്രൈസ് നമുക്ക് 275 ആണ് വരുന്നത്. ഇല്ലെങ്കിൽ ഇത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇത് ബോട്ടം ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമ്മുടെ 80 റുപ്പീസിൻ്റെ കോട്ടൺ സ്ലബാണ്. അപ്പോൾ ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം. എക്സാക്ട് കളർ ടോൺ ആണ് ഈ നമ്മുടെ ബോട്ടം വരുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിൽ അടുത്തത് വരുന്നതും നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണിത്. നമുക്ക് ചിലപ്പോൾ ഇത് വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണുക. ഇത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. അതിലും ചെറിയ ഫ്ലോറൽസ് ആണ് വരുന്നത്. നല്ലൊരു മജന്ത കളറും യെല്ലോ കളറിലൊക്കെ ഉള്ള ചെറിയ ഫ്ലോറൽസ്. നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ സാരിക്കൊക്കെ യൂസ് ചെയ്താൽ. ഇതിന് നമ്മൾ പെയർ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നതും യെല്ലോ കളറിലുള്ള ഹക്കോബയാണ്. 250 റുപ്പീസിൻ്റെ ഹക്കോബയാണിത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സാരി ബ്ലൗസ് ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു കളർ കോമ്പിനേഷൻ ഇങ്ങനെ പെയർ ചെയ്യാൻ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ നിങ്ങൾക്ക് മേക്ക് ചെയ്യാവുന്നതാണ്. കുർത്തിയോ ഫ്രോക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾ ബുട്ട ജോർജറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു നല്ലൊരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്നു. 100 റുപ്പീസ് പെർ മീറ്ററിൽ വരുന്ന ജോർജറ്റിൽ ചെറിയൊരു ബുട്ട വർക്ക് ഡിസൈൻ പോകുന്ന സെൽഫായിട്ടുള്ളൊരു വർക്ക് പോകുന്ന ഒരു ഐറ്റമാണിത്. 100 റുപ്പീസാണ് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ പ്രൈസ്. പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ പ്രൈസ് വരുന്നത് 80 റുപ്പീസ് പെർ മീറ്ററാണ്. അടുത്തതായിട്ട് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ്. ഇത് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തൊരു ഐറ്റമാണ്. വീണ്ടും നമ്മളിപ്പോൾ റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഫ്രോക്കിന് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുർത്തി സ്റ്റിച്ച് ചെയ്യാനൊക്കെ നമുക്ക് ഒത്തിരി സെയിൽ ചെയ്തൊരു ഐറ്റം. നമുക്ക് സാരിക്ക് അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. 44 വിത്തിൽ വരുന്ന ക്രേപ്പ് ഫാബ്രിക്കാണ്, ജോർജറ്റ് ഫാബ്രിക്കാണിത്. നമ്മൾ ആദ്യം കുറേ ക്രേപ്പ് കാണിച്ചു, കാരണം എനിക്ക് ക്രേപ്പ് തന്നെയാണ് എൻ്റെ വായിൽ വരുന്നത്. ഇത് നമ്മൾ ജോർജറ്റാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന പ്ലെയിൻ കളർ ജോർജറ്റ് 80 റുപ്പീസ് പെർ മീറ്ററാണ്. അടുത്തതായിട്ടൊരു ബ്ലൂ കളറിൽ, ഇതിന് വേണമെങ്കിലും നമുക്ക് ആദ്യം കണ്ട പ്ലെയിൻ ജോർജറ്റ് യൂസ് ചെയ്യാവുന്നതാട്ടോ. ഈ ബ്ലൂ കളറിൽ നമുക്ക് പ്രിന്റ് പോകുന്നതും നല്ല ഫ്ലോറൽസ്, ആ ഒരു പിങ്ക് കളർ ഫ്ലോറൽസും ചെറിയതായിട്ടുള്ള ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഫ്ലോറൽസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു പിങ്ക് കളറിലുള്ള ഹക്കോബ ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്യാം. 250 റുപ്പീസിൻ്റെയാണ് ഹക്കോബ കാണിക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിൻ്റെ പ്രൈസ് വരുന്നത് 80 പെർ മീറ്റർ ആണ്. ഇനി ഇത് കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടമായിട്ട് വേണമെങ്കിൽ ഈ ഒരു കോട്ടൺ സ്ലബ് യൂസ് ചെയ്യാവുന്നതാണ്. 80 റുപ്പീസ് പെർ മീറ്ററിൻ്റെ കോട്ടൺ സ്ലബ് ടോപ്പ് ആൻഡ് ബോട്ടത്തിന് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ പ്ലെയിൻ ഫാബ്രിക് ഇന്നർ തയ്ച്ചിട്ട് ആ ഒരു ജോർജറ്റ് ഫാബ്രിക്കിൻ്റെ ജാക്കറ്റ് തയ്ക്കാം. അല്ലെങ്കിൽ ഫ്രോക്കിൻ്റെ യോക്കൊക്കെ വെക്കാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ജോർജറ്റ് കളക്ഷൻസിൽ അടുത്തത് വരുന്നതും നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഒരു ലൈൻസ് പോകുന്നുണ്ട്, നല്ല പീച്ച് കളറിലുള്ള ഒരു ഡിസൈനിനകത്ത് ഒരു ലൈൻ പാറ്റേണിൽ പോകുന്നു. സാരിക്ക് നല്ല ഭംഗിയായിരിക്കും. നമുക്കിങ്ങനെ തന്നെ കുർത്തി, ആ ഒരു ലൈൻ ഡിസൈൻ തന്നെ വരുന്ന കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ടും ഒക്കെ നല്ലൊരു ഐറ്റമാണ്. ആ ഒരു ലൈറ്റ് കളർ ബ്ലൂവിലുള്ള ഹക്കോബയാണ് ഫുട്ബോൾ ഡിസൈനിൽ വരുന്ന ഹക്കോബ. 130 പെർ മീറ്റർ ആണ് ഫുട്ബോൾ ഡിസൈൻ്റെ ഹക്കോബയുടെ പ്രൈസ് വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലൈറ്റ് ബ്ലൂവിൽ തന്നെ നമുക്ക് പ്ലെയിൻ കോട്ട ഫാബ്രിക്കും വരുന്നുണ്ട്. 69 റുപ്പീസിൻ്റെ പ്ലെയിൻ കോട്ട ഫാബ്രിക്കാണിത്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കത്
മാച്ചായിട്ട് തന്നെ വരുന്നതാണ്. അടുത്തത് നമുക്ക് നേവി ബ്ലൂ കളറിലുള്ള പ്ലെയിൻ ജോർജറ്റും അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാവുന്നതാണ്. പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ പ്രൈസും 80 ആണ്. പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ പ്രൈസും 80 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇന്നത്തെ ജോർജറ്റിൻ്റെയും ക്രേപ്പിൻ്റെയും കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.